മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച തങ്ങളുടെ ക്രൂര ചെയ്തികൾ മറച്ചുവെക്കുവാൻ വീണ്ടും കുതന്ത്രങ്ങളുമായി ഹമാസ് ഭീകരർ രംഗത്ത്. ഗാസയിൽ തടവിൽ കഴിയുന്ന ഒരു ഇസ്രായേലി പെൺകുട്ടിയുടെ വീഡിയോ ആണ് പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ഹമാസ് ഭീകരർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി സംഗീതോത്സവത്തിനിടെ ബന്ദിയാക്കപ്പെട്ട 21-കാരി മിയ സ്കീമിന്റെ ദൃശ്യങ്ങളാണ് ഹമാസ് ഭീകരർ ടെലഗ്രാം ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യമായാണ് ബന്ദികളാക്കപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടുന്നത്. 21 വയസ്സുകാരിയായ മിയ സ്കീമാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു യുവതിയുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ മിയയുടെ പരിക്കേറ്റ കൈയിൽ ആരോഗ്യപ്രവർത്തക ബാൻഡേജ് ഉപയോഗിച്ച് കെട്ടുന്നത് കാണാം. കൈക്ക് ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി പറയുന്നു. ഇവർ തനിക്ക് ചികിത്സയും മരുന്നും നൽകുന്നുണ്ടെന്നും എന്നാൽ എത്രയും വേഗം തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തണമെന്നാണ് മിയ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. താൻ ഗാസ അതിർത്തിക്കടുത്തുള്ള ഇസ്രായേലി നഗരമായ സെദ്രോത്തിൽ നിന്നുള്ള ആളാണെന്ന് യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. ആക്രമണം നടന്ന ദിവസം തെക്കൻ ഇസ്രായേലിലെ കിബിറ്റ്സിൽ ട്രൈബ് ഓഫ് നോവ മ്യൂസിക് ഫെസ്റ്റിവലിനെത്തിയതായിരുന്നു മിയ സ്കീം. ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ 260 പേരാണ് ഹമാസ് നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ഇതിലേറെയും ചെറുപ്പക്കാരാണ്. മിയ ഉൾപ്പെടെ അനേകം പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഹമാസ് ഭീകരർ ചെയ്ത ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ക്രൂരന്മാരല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഹമാസിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പ്രസ്തുത വീഡിയോ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി.